സഭയുടെ കാരുണ്യ പദ്ധതിയായ സ്നേഹസ്പർശത്തിൻ്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചും നിങ്ങളെ ഏവരെയും പരിശുദ്ധ ഭാവതിരുമേനിക്ക് കാണുന്നതിനും അതോടൊപ്പം കേരളത്തിൻ്റെ വാനമ്പാടി ചിത്ര ചേച്ചിക്ക് നിങ്ങളെ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് അറിയിക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ അഭിനന്ദ അദിയാസ്കോറോസ് തിരുമേനിയെ സാദരം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഭാവതിരുമേനി, കേരളത്തിൻ്റെ വാനമ്പാടി ശ്രീമതി ചിത്ര അവർ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലിക്കൊണ്ട ഈ പത്ര മാധ്യമ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം നൽകുകയാണ്. ഈ വർഷം മലങ്കര സഭയെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ ഒരു വർഷമാണ്. ഒരു സ്വപ്ന പദ്ധതിയായ പരിമല സെൻറ്റ് ഗ്രിഗോറിയോസ് ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടനം നാളെ കഴിഞ്ഞ് പരിമലയിൽ നടക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും കൂടി നിർമ്മിച്ചിട്ടുള്ളതായ ക്യാൻസർ സെൻ്റർ നാളെ കഴിഞ്ഞ് വിശുദ്ധീകരിച്ച് സമൂഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, പരിശുദ്ധ സഭയുടെ തലവനായിരിക്കുന്ന ബാവാതിരുമേനിയുടെ സപ്തതി വർഷമാണ് ഈ വർഷം. സപ്തതി വർഷത്തിൽ എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പരിശുദ്ധ ബാവാതിരുമേനി എല്ലാറ്റിനെയും നിരസിച്ചു. അവസാനം ഞങ്ങളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഒരു കാരുണ്യ പദ്ധതിയെങ്കിലും ആവിഷ്കരിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തോട് ചേർന്ന് ക്യാൻസർ രോഗികളായി വരുന്ന നിർധനരായവരെ സഹായിക്കാനുള്ളതായ ഒരു പദ്ധതി രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും സ്നേഹസ്പർശം എന്ന പേരിൽ അതിന് മുദ്ര കുത്തുകയും ചെയ്യണമെന്ന് ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ആശയം രൂപപ്പെട്ടു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീമതി ചിത്രയാണ്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയല്ല. പരിശുദ്ധ ബാവാതിരുമേനിയോട് പ്രത്യേക വാത്സല്യവും ബഹുമാനവും സ്നേഹമുള്ള ഒരാളും, ബാവാതിരുമേനി തിരിച്ചും അങ്ങനെയാണ്. ബാവാതിരുമേനിയെ നേരത്തെ കാണാൻ വന്നപ്പോൾ തിരുമേനി നടത്തുന്നതായ ഈ കാരുണ്യ പദ്ധതിക്ക് തൻ്റേതായ എന്തെങ്കിലും ഒരു പങ്ക് ഉണ്ടാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആണ് ഈ സ്നേഹസ്പർശം പദ്ധതി തന്നെ രൂപപ്പെട്ടു വന്നത് എന്ന് പറയുന്നതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾ ഭാരതത്തിൻ്റെ മുഴുവൻ, കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മുഴുവൻ വാനമ്പാടിയായിരിക്കുന്ന ശ്രീമതി ചിത്രയുള്ളതായ സ്നേഹവും നന്ദി ആദരവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ധാരാളം ക്യാൻസർ ബാധിതരായ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവരെയൊക്കെ പ്രത്യേകിച്ച് ധനം സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്ക് നല്ലപോലെ അറിയാം. അവരെ സഹായിക്കേണ്ടത് സഭയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിയാണ് പരിശുദ്ധ ബാവാതിരുമേനി ഇതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നിർവഹിക്കുന്നത്. എത്യോപ്യൻ സഭയുടെ പരിശുദ്ധ പാത്രിക്കീസ് ബാവായും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും ചേർന്ന് നാളെ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സഹായങ്ങൾ നൽകുന്നത് വാനമ്പാടി, നമ്മുടെ വാനമ്പാടി ശ്രീമതി ചിത്രയാണ്. അതുകൊണ്ട് പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടിയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടിയും ബലഹീന എന്നെ ചുമതല ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ശ്രീമതി ചിത്രയെ നമ്മുടെ ഉള്ളിലേക്ക്, സഭയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ചിത്രയുടെ പതി, സഹോദരി ഭർത്താവ് ഇവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ കടന്നു വന്നതായ മാധ്യമപ്രവർത്തകരായ നിങ്ങളെ മുഴുവനും വളരെ സ്നേഹപൂർവ്വം. കാരണം നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതിയുടെ പ്രയോജനം സമൂഹത്തിന് കിട്ടുകയുള്ളൂ. പണം സ്വീകരിക്കുക എന്ന് മാത്രമല്ല, പണം കൊടുത്ത് പാവങ്ങളെ സഹായിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. പരിശുദ്ധ ബാവാതിരുമേനിയുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ കാശ് പോലും കൊണ്ടുവന്ന് ഇതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. പാവങ്ങൾക്ക് കൊടുക്കുക എന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പദ്ധതിയുടെ വ്യാപനം നിങ്ങളിലൂടെയാണ് നടത്തേണ്ടത്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിൽ എല്ലാ മാധ്യമ പ്രവർത്തകരുള്ളതായ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിങ്ങളെയും സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കേരളത്തിൻ്റെ വാനമ്പാടി
പത്മശ്രീ KS ചിത്ര നമ്മോടൊപ്പമുണ്ട്. സ്നേഹസ്പർശം എന്ന ആശയത്തെ വിപുലീകരിക്കാൻ തക്കവണ്ണം അവരുടെ ചിന്തയും പങ്കാളിത്തവും ഉണ്ടായി എന്നുള്ളതിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഏറെ സന്തോഷിക്കുകയും നന്ദിയോടെ ആദരവോടെ ശ്രീമതി ചിത്രയെ ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. സ്നേഹസ്പർശം എന്ന് പറയുമ്പോൾ അത് 3 ക്യാൻസർ രോഗം ബാധിച്ച അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ 3 മാർഗങ്ങളാണ് മലങ്കര സഭ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒന്ന്, രോഗങ്ങൾ കണ്ടുപിടിക്കുക. ഏർലി ഡിറ്റക്ഷൻ ഈസ് ദ ബെസ്റ്റ് പ്രിവെൻഷൻ ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ ഡിസീസ്. സോ രോഗം കണ്ടുപിടിക്കുക, രോഗത്തെ ചികിത്സിക്കുക. അതിന് ഫുൾ ഫ്ലെഡ്ജഡ് ഒരു ആശുപത്രിയാണ് അവിടെ നിർമ്മിച്ച് അത് പൂർത്തീകരിച്ച് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. മൂന്നാമത് സ്നേഹസ്പർശം. അതിനാണ് പ്രാധാന്യമുള്ളത്. രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതും വന്ന രോഗത്തെ ചികിത്സിക്കുക എന്നുള്ളതും പലപ്പോഴും ധനമുള്ളവർക്ക് എളുപ്പമാണ്. എന്നാൽ മധ്യ തിരുവിതാംകൂറിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളൊരു ആശുപത്രിയാണ് പരിമല ക്യാൻസർ ആശുപത്രി. അപ്പോൾ അവിടെ വരുന്നവരെ പലപ്പോഴും വലിയ സാമ്പത്തിക ശക്തിയുള്ളവരായിരിക്കണമെന്നില്ല, മറിച്ചുമാകാം. എന്നാൽ അവരെ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മലങ്കര സഭ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ശ്രീമതി ചിത്രയുടെ സഹകരണവും പങ്കാളിത്തവും ഞങ്ങൾ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. അതുകൊണ്ട് അവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ നോക്കും. ഭീമമായ ചെലവ് വരുന്ന ഒരു രോഗമാണ് ഈ ക്യാൻസർ രോഗമെന്ന് നമുക്കറിയാം. അത് കേരളത്തിൽ ഇന്ന് വ്യാപിച്ച് മിക്കവാറും അനേകം രോഗികൾ ഇപ്പോൾ ഈ രോഗചികിത്സയ്ക്കായി നെട്ടോട്ടം ഓടുകയാണ്. എത്ര ആശുപത്രി വന്നിരുന്നാലും അതൊന്നും മതിയാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എങ്ങനെയാണ് അത് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് ഇതിനെല്ലാം കാരണമായത് എന്ന് ഓർപ്പിക്കട്ടെ. മാധ്യമ സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ഇതിനാവശ്യമുണ്ട്. തീർച്ചയായും ഈ പദ്ധതി ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രിയപ്പെട്ട ചിത്രയുടെ പങ്കാളിത്തവും ഇതിന് കൂടുതൽ സഹായകരമാകും എന്നുള്ളൊരു പ്രതീക്ഷയും ചിന്തയും ഞങ്ങൾക്കുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടുമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കടപ്പാടും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയാവുന്ന ഈ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാം, ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗം പിടിപെടുന്നവർ അവരുടെ കഷ്ടപ്പാടുകൾ അറിയാം. ഞാനത് നേരിട്ട് കണ്ട് അറിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അച്ഛനും അമ്മയും 2 പേരും എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു അസുഖത്തിൽ കൂടെയാണ്. അപ്പോൾ തിരുമേനിയുടെ ഈ ഒരു പ്രോജക്റ്റിൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് മാക്സിമം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ അത് നല്ലൊരു കാര്യമായിട്ട് തീർച്ചയായിട്ടും അത് നന്നായിട്ട് നല്ല രീതിയിൽ ഒരുപാട് പേഷ്യൻസിന് ഇതിൽ നിന്നൊരു ഗുണം ആശ്വാസം കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എൻ്റെ സമ്പൂർണ്ണ പിന്തുണ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. ബാബ തിരുമേനിയുടെ സപ്തതിയുടെ ഈ ഒരു വർക്കുന്ന ഈ ഒരു വേളയിൽ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ സ്നേഹസ്പർശനം എന്ന പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ തന്നെ ഉദാഹരണത്തിനുണ്ട്. 12 വയസ്സ് പ്രായമുള്ള ജ്യോതിക എന്ന് പറയുന്ന പെൺകുട്ടി. വളരെ ദയനീയമാണ്. അവരുടെ വെറുതെ പരിമല ആശുപത്രിയോടനുബന്ധിച്ചും അതുപോലെ തന്നെ ആ സെമിനാരോടനുബന്ധിച്ചും ചില പ്ലാസ്റ്റിക് കൊണ്ടുള്ള മോതിരം വിറ്റ് ജീവിക്കുന്നൊരു കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിലൊരു 12 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനാണ് ഇത് വന്നിരിക്കുന്നത്. അതൊക്കെ വളരെ ദയനീയമാണ്. നമുക്ക് അങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് വെപ്രാളപ്പെടും. കാരണം അവരെ എങ്ങനെ സഹായിക്കാൻ നോക്കും. ഭീമമായ ചെലവ് വരുന്നൊരു വിഷയമാണ്. കുടുംബം അതുകൊണ്ടുകൂടി തകരുകയാണ് പലപ്പോഴും, നിർധനരായ കുടുംബങ്ങളൊക്കെ തന്നെ. അപ്പം അതുകൊണ്ട് കഴിയാവുന്നത് അതിൽ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു വികാരമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയാണ്. ഒരു 100-200 പേരെയെങ്കിലും നമുക്ക് കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്.
ഏകദേശം 150 കോടി രൂപ ആവശ്യമുണ്ട്. ഒരു 130 അറൗണ്ട് 130 ക്രോഴ്സ് സ്പെൻഡ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചപ്പാട് ഇത്ര കിട്ടണമെന്ന് പറയുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 50 ലക്ഷം രൂപ വന്നു കഴിഞ്ഞു ഇപ്പോഴേ തന്നെ. നാളെ സ്റ്റേജിൽ ചിലരൊക്കെ അത് കൊടുക്കും. പൂർണ്ണ സൗജന്യം എന്ന് പറയുന്നത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാവധി, അതായത് ഇപ്പം ഉള്ളവരിൽ നിന്ന് നമുക്ക് വാങ്ങാം, പക്ഷേ ഇല്ലാത്തവർക്ക് പരമാവധി നമ്മൾ പിന്നെ ചെയ്യുക എന്നുള്ള നിലപാടുള്ളൂ. ഗവൺമെൻറ്റിന് പോലും പൂർണ്ണ സൗജന്യമായിട്ട് ചെയ്യാൻ ഒക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ നിവൃത്തിയുള്ളിടത്തോളം ഒരു പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാത്ത വിധത്തിൽ അത് നടത്തിക്കൊണ്ട് പോകണം. അത് ഈ സ്നേഹസ്പർശം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ ഫണ്ട് രൂപീകരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന തുക ഈ വഴിക്ക് ചെലവഴിക്കുക എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലുള്ളത്. ഏതാ തുടർ ചികിത്സ വേണം, വീണ്ടും വന്നു. പൂർണ്ണ സൗജന്യം എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആക്ച്വൽ കോസ്റ്റിൽ തന്നെ കുറേ നമുക്ക് ഇളവ് കൊടുക്കാനൊക്കും, ഒരുപാട് ഇളവ് കൊടുക്കാൻ. ഇതിനകത്ത് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരാൾക്ക് പണമില്ലാത്തത് കൊണ്ട് ചികിത്സ ലഭിക്കാൻ ഇടവരാതിരിക്കണം, ചികിത്സ ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഓരോ കേസ് ടു കേസ് നോക്കി മാത്രമേ അത് ചെയ്യാനായിട്ട് ഒക്കുള്ളൂ. അല്ല 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 അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇയർലി ഡിറ്റക്ഷൻ എന്നുള്ള പർപ്പസ് സർവേ ചെയ്യുന്നത് മെഡിക്കൽ ക്യാമ്പ് വഴിയാണ്. ഏകദേശം ഈ 2 കൊല്ലം കൊണ്ട് ഒരു 100-300 മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ നടത്തി. ഒരു 300-400 പേഷ്യൻസിനെ നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പോലും അറിയുന്നില്ല അവർക്ക് ഈ രോഗം തുടങ്ങിയിട്ടുണ്ട് എന്ന്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഒരു 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 സിസ്റ്റമാറ്റിക് ചെക്കിങ് മടിയുള്ള ആൾക്കാരാണ്. സിംറ്റംസ് കണ്ടാൽ പോലും അവരതിങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞ് നീക്കി വെക്കും. എന്നാൽ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് ഒരു 90% ഇതിന് ചികിത്സയുണ്ട്. ഡോക്ടർ ഗംഗാധരൻ്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹസ്പർശത്തിന് ബന്ധപ്പെട്ട് 2 പുരസ്കാരങ്ങൾ നാളെ നൽകുന്നുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട ശ്രീമതി ചിത്രയ്ക്ക് തന്നെയാണ്. പിന്നെ അവരെ ഇത്രയും വലിയ ഒരു സഹകരണവും സ്നേഹവും ഈ വിഷയത്തിൽ നൽകി എന്നുള്ളത് ഒരു നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് കഴിയുന്നില്ല. അതുപോലെ ഡോക്ടർ ഗംഗാധരനും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പലതവണയും അദ്ദേഹവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒരു നല്ല നിലയിൽ പ്രവർത്തിക്കാൻ വരുമെന്നാണ് പ്രതീക്ഷ. വാക്ക് തന്നിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ നാളെ ഒരു പുരസ്കാരം, സ്നേഹസ്പർശം പുരസ്കാരം നൽകി ആദരിക്കുന്നു. അല്ല, ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. പ്രാർത്ഥനയും ചികിത്സയും രണ്ടും ആവശ്യമുണ്ട്. ഈ പരിശുദ്ധ പരിമല തിരുമേനി എന്ന് പറയുന്നത് ഒരുപാട് ദൈവിക നൽവരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പരിശുദ്ധ പിതാവാണ്. അദ്ദേഹം രോഗികളെ കരസ്പർശം മൂലം പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആഴമായി വിശ്വസിക്കുകയും അതിനുള്ള തെളിവുകളുമുണ്ട്. അപ്പോൾ രോഗസൗഖ്യം എന്നുള്ളൊരു നൽവരം ഉണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ സാന്നിധ്യത്തിലാണ്, അദൃശ്യമായൊരു പിതാവിൻ്റെ ഒരു സന്നിധിയിലാണ് ഞങ്ങളിതെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ സ്നേഹസ്പർശം തുടങ്ങാനും ഈ ആശുപത്രി തുടങ്ങാനും അദ്ദേഹത്തിൻ്റെ ഒരു അറിയപ്പെടാത്തൊരു പ്രേരണ ഉണ്ടാകാനിടയുണ്ട് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച് മാത്രം ഇരിക്കുക എന്നുള്ളതല്ല, പ്രാർത്ഥനയിലൂടെ തന്നെ ചികിത്സയും കൂടെ ആവശ്യമുണ്ട്. കാരണം ചികിത്സിക്കാനുള്ള കഴിവും മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിലും ഈശ്വരൻ്റെ സഹായ സഹകരണം ഉണ്ടെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരു ചികിത്സ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തഡോളജി പ്രൊവൈഡഡ് ബൈ ഗോഡ് ഓൾമൈറ്റി. ഐ ബിലീവ് സോ. സ്നേഹസ്പർശം ഒരു ഓൺഗോയിങ് പ്രോസസ്സായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് അതൊരു 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ അത് അവസാനിപ്പിക്കുകയല്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് നിൽക്കുകയും വേണം. കാരണം ഈ രോഗത്തിന്
സഹായ ഹസ്തങ്ങൾ നീട്ടാൻ ഒത്തിരി പേർക്ക് സ്വമേധയാ താല്പര്യമുണ്ട്. ഇപ്പം ഞങ്ങളൊന്നും ആരിൽ നിന്നും പോയി സമ്മർദ്ദം ചെലുത്താതെ തന്നെ പലരും ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നു. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലെ ഒരു ഓങ്കോളജിസ്റ്റ് അദ്ദേഹം ഒരു 99% സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം കുന്നംകുളംകാരനാണ്, വ്യക്തിപരമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട്. 1 മാസം ലണ്ടനിലാണെങ്കിൽ 1 മാസം കേരളത്തിലാണ് അദ്ദേഹം വന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സർജറിയാണ്, ഓങ്കോളജി സർജനാണ്. അദ്ദേഹം ആ സർജറി ഫ്രീ ആയിട്ട് ചെയ്യാൻ വാക്കാൽ സമ്മതിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റു വശങ്ങൾ ഞങ്ങൾ സംസാരിച്ച് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടേഴ്സുണ്ട്. ഈ 2 ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ സന്താനങ്ങളാണ്. അവർക്കിതിൽ എങ്ങനെ പങ്കാളിയാകാമെന്ന് വിചാരിക്കുന്നവരാണ്. അവർ ന്യൂയോർക്കിലും ലണ്ടനിലും ഒക്കെ ഇപ്പോൾ സേവനം ചെയ്യുന്നവരാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും അവരുടെ സേവനം ദീർഘിപ്പിക്കാൻ, പ്രത്യേകിച്ച് അവർ ഈ നാട്ടുകാരും ഈ സഭയുടെ സന്താനങ്ങളും കൂടി ആയതുകൊണ്ട് അവർക്കതിൽ താല്പര്യം കാണുന്നു. മാത്രമല്ല ഈ സ്നേഹസ്പർശം എന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജ്യോതിക എന്ന് പറയുന്ന പെൺകുട്ടി ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ജാതിയും മതവും സഭയും ഒന്നും ഇതിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ എന്നൊരു മതത്തെ മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ശ്രീമതി ചിത്ര ഒരു മോതിരം ഇതിലേക്ക് സ്നേഹപൂർവ്വം നൽകിയതിനുള്ള സ്നേഹവും നന്ദിയും ആദ്യമായിട്ട് തന്നെ അറിയിക്കട്ടെ. അല്ല, അത് ഒരു വശം. രണ്ടാമത്തെ വശം അല്ല, അതിന് എൻ്റെ അറിവിലുള്ള കാരണം പറയാം. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ക്യാൻസർ ആശുപത്രി ഒറ്റയ്ക്ക് തുടങ്ങണമെന്നുള്ള ആശയമാണ്. പക്ഷേ ഒരിക്കലും ഒരു ക്യാൻസർ ആശുപത്രി ഒറ്റയ്ക്ക് തുടങ്ങാൻ ഒക്കുകയില്ല. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനക്സാണ് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവത്തിനാണ് ഇത് പിടിപെടുന്ന അറിയാൻ മേല. അങ്ങനെ പിടിപെടുമ്പോൾ അതാതിൻ്റെ നല്ല ഡിപ്പാർട്ട്മെൻറ്റ് നമ്മോടൊപ്പം വേണം. അപ്പോൾ പരിമല ആശുപത്രി ഒരു 40 കൊല്ലമായിട്ട് നടത്തി പോരുന്നൊരു ഇതാണ്. അപ്പോൾ അത് കുറേ കൂടെ വിപുലപ്പെടുത്തുകയും അപ്പോൾ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾക്ക് വന്നിരുന്നാലും അതാതിൻ്റെ ഡോക്ടറുടെ സഹായം കൂടുതൽ ആവശ്യമുണ്ട്. അല്ലാണ്ട് ക്യാൻസർ ആശുപത്രി ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കുകയല്ല. നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുകയാണ്, ഈ അമല ക്യാൻസർ ആശുപത്രി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, എൻ്റെ അടുത്താണ് സ്ഥലം. അവരാ ബോർഡ് വെച്ചത് ചികിത്സ തുടങ്ങി തൃശ്ശൂരെ, ഞാൻ കുന്നംകുളംകാരനാണ്. അവിടെ ബോർഡ് വെച്ചിട്ട് മനുഷ്യരാരും പേടിച്ചിട്ട് അങ്ങോട്ട് പോവുകയില്ല. അതുകൊണ്ട് അവർ ആ പേര് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജ് ക്യാൻസർ രോഗം കൂടെ ചികിത്സിക്കുന്നു എന്ന നിലയിൽ അത് മാറ്റി. മറ്റതിൻ്റെ പേര് അമല ക്യാൻസർ ഹോസ്പിറ്റൽ എന്നായിരുന്നു. അത് കേട്ടിട്ട് മനുഷ്യരാരും അവിടെ വരുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഒരു ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് പോകുള്ളൂ. അതിൻ്റെ ഒരു അനക്സാണ് ഇത്. ഞാൻ പറഞ്ഞതല്ല, ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗാധരൻ ഒക്കെ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും. ശ്രീമതി ചിത്ര ഈ വിഷയത്തിലെ പങ്കാളിയാകുന്നതിൻ്റെ പുറകിൽ അവരുടെ ഭർത്താവ് ശ്രീ വിജയശങ്കറിൻ്റെ ഏറെ സഹായവും സഹകരണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള മലങ്കര സഭയുടെ എല്ലാ സ്നേഹവും ആദരവും ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കട്ടെ. അഭ്യുന്നനായ തിരുമേനി, പത്മശ്രീ ഡോക്ടർ KS ചിത്രയുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, വൈദികന്റെയും വിരലുകളെ കുറിച്ച് പറയാറുണ്ട്, ദൈവം തൊട്ട വിരലുകൾ എന്ന്. വൈദ്യന്റെ വിരൽ ഈശ്വരന്റെ സ്പർശമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. വൈദികന്റെ കരസ്പർശവും അങ്ങനെ തന്നെയാണ്. ദൈവം തൊട്ട വിരലുകളും ദൈവം തൊട്ട സ്വരവും ഒരുമിച്ച് ചേരുന്ന ഒരു മധ്യാഹ്നമായിട്ടാണ് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. വളരെ ഭാവതീവ്രമായ സംഗീതത്തിലൂടെ അത്ര മനോഹരമായി ആശയങ്ങൾ സംവേദിപ്പിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹം നൽകിയ പ്രസിദ്ധിയായ ഗായിക നമ്മുടെ മധ്യേ വന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നു. ഏറ്റവും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഈ സ്പർശങ്ങൾ വൈദ്യന്റെയും വൈദികന്റെയും അതുപോലെ തന്നെ ഭാവതീവ്രമായ സംഗീതത്തിന്റെയും സ്പർശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈശ്വര തുല്യമായി ഏറ്റവും നിർധനരായ ക്യാൻസർ രോഗികളിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരമൊരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ
കോട്ടയം ഭദ്രാസനത്തിന്റെ മേൽപ്പട്ടക്കാരൻ, അതോടൊപ്പം ലോകമറിയുന്ന വിശ്വപ്രസിദ്ധയായ ഈ ഗായിക കുടുംബാംഗങ്ങളോടൊപ്പം വന്ന് ഇതം ധന്യമാക്കി, അനുഗ്രഹകരമാക്കി. അത്രമാത്രം ഈശ്വരനെ സ്തുതിച്ചാലാണ് മതിയാവുക. അതുകൊണ്ട് ഈ തുടക്കം ഏറ്റവും പുഷ്ടിപ്പെടട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ ബാവ തിരുമേനിക്ക് വേണ്ടിയും ഈ തിരുമേനിക്ക് വേണ്ടിയും കൂടി വന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ അനുഗ്രഹീത ഗായികയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു, നന്ദി അറിയിക്കുന്നു. ശ്രീ വിജയശങ്കരനും അദ്ദേഹത്തിന്റെ സഹോദരിക്കും എല്ലാവർക്കും, എല്ലാ ബന്ധുക്കൾക്കും ഏറ്റവും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ക്രമീകരണങ്ങൾ ഭംഗിയാക്കുവാൻ അധ്വാനിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതോടൊപ്പം ഇവിടെ വന്നു ചേർന്ന് ഈ കാര്യം ഏറ്റവും ഉചിതമായി ക്രമീകരിക്കുവാൻ സഹകരിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഹൃദയത്തിന്റെ ഭാഷയും സ്നേഹത്തിന്റെ ഭാഷയും നന്ദി അറിയിക്കട്ടെ. ഇതൊരു ദൗത്യമാണ്, ഇതൊരു നിയോഗമാണ്, ഇതിലും തുടർച്ചയുണ്ട്. ഈ തുടർച്ചയിലും നിങ്ങളേവരുടെയും നിറഞ്ഞ മനസ്സോടെയുള്ള പങ്കാളിത്തം അങ്ങേയറ്റം സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം